നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചാണ് ആഴ്ചവട്ടത്തിൽ ഇനി നാം കാണുന്നത്. പ്രതിദിനം 5000-ലധികം യാത്രക്കാരാണ് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കിയ സ്റ്റേഷനിൽ ദിവസവും 2 മണിക്കൂർ മാത്രം പ്രവർത്തിക്കുന്ന റിസർവേഷൻ കേന്ദ്രമാണ് ജനത്തെ പ്രധാനമായും വലയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെയാണ് കൗണ്ടറിന്റെ പ്രവർത്തനം. ചുരുങ്ങിയ റിസർവേഷൻ സമയം യാത്രക്കാർക്ക് ഗുണം ചെയ്യുന്നില്ല. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമൂലമാണ് കൗണ്ടറിന്റെ പ്രവർത്തനം ഫലപ്രദമാകാത്തത്. 2 മണിക്കൂർ മാത്രമേ കമ്പ്യൂട്ടർ റിസർവേഷൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ടുണ്ടായിട്ടുള്ള ദോഷമെന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ റിസർവേഷന് മുമ്പുണ്ടായിരുന്ന കോട്ട നമുക്ക് നഷ്ടപ്പെട്ടു. ഈ 2 മണിക്കൂർ കൊണ്ട് റിസർവേഷൻ വന്നു നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ രാവിലെ അവരേതെങ്കിലും നെറ്റ് നോക്കിയിട്ട് ടിക്കറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ 12 മണി വരെ ഇവിടെ എവിടെയെങ്കിലും നിന്ന് കറങ്ങിയിട്ട് അവരിവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് അവർ ഉദ്ദേശിച്ച് വരുന്ന ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ 2 മണിക്കൂർ റിസർവേഷൻ കൊണ്ട് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാർക്ക് യാതൊരു ഗുണവുമില്ലാത്ത സ്ഥിതിയാണ്. കമ്പ്യൂട്ടർ റിസർവേഷനുള്ള സ്റ്റേഷനുകളിൽ തൽക്കാല സംവിധാനമുണ്ടെങ്കിലും ഇവിടെ ഇതുവരെ നടപ്പായിട്ടില്ല. യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ പലതും തകർന്നു കിടക്കുന്നു. ശുദ്ധജലവും ലഭിക്കുന്നില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഒന്ന് ഇരിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു ഇരിപ്പിടമില്ലെന്നുള്ളതാണ്. ഒന്ന് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൈ കഴുകാൻ കുറച്ച് വെള്ളമോ അവിടെ അത്തരത്തിലുള്ള ഒരു സൗകര്യം അവിടെ ഇല്ലെന്നുള്ളതാണ്. സ്റ്റേഷനിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഡിവിഷണൽ ഓഫീസിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകുന്നില്ല.